ഡൽഹിയിൽ നിന്ന് എന്താണ് വിവരങ്ങൾ നൽകാനുള്ളത്? അവിടെ എങ്ങനെയാണ് ആഘോഷം? പുതുവർഷം എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ശ്രുതി, ദില്ലിയും പുതുവർഷ ആഘോഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലെ പോലെ പടക്കം പൊട്ടിക്കലോ അല്ലെങ്കിൽ പപ്പാജി കത്തിക്കലോ അത്തരത്തിലുള്ള ആഘോഷങ്ങളൊന്നും ദില്ലിയില്ല. കാരണം വായുമലിനീകരണം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ദില്ലിയിൽ ഇത്തരത്തിൽ ന്യൂ ഇയർ ആഘോഷത്തിന് യാതൊരുവിധ കുറവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ദില്ലിയിലെ ആളുകൾ സാധാരണഗതിയിൽ പബ്ബുകളിലും അതോടൊപ്പം തന്നെ ക്ലബ്ബുകളിലും ഒക്കെയാണ് അവരുടെ ഒരു ന്യൂ ഇയർ ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഉള്ളത് കൊണാട്ട് പ്ലേസിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി ആളുകൾ ഉണ്ട്. ഈ ആളുകളൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായൊക്കെ ഇങ്ങോട്ട് എത്തിയവരാണ്. രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നിറച്ച് ആളുകൾ എത്തും. സാധാരണഗതിയിലൊക്കെ അങ്ങനെയാണ് എല്ലാ വർഷവും ഉണ്ടാകാറുള്ളത്. അങ്ങനെ ദില്ലിയെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ലൈഫാണ്. 12 മണിയോടെ എത്തുമ്പോഴാണ് ആ ആഘോഷങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുക. എന്താണെങ്കിലും കുറേ ആളുകൾ ഉണ്ട്. നമുക്ക് ഇവരുടെ ഒരു പ്രതികരണം തരാം. हैप्पी न्यू ईयर भैया। सबसे पहले तो बहुत अच्छा लग रहा है यहाँ पे आके। मतलब सीपी में हम लोग तो मतलब फर्स्ट टाइम आए हैं यहाँ पे बाहर से और बहुत इंजॉय कर रहे हैं। लॉट्स ऑफ फन। सॉरी, न्यू ईयर वेट लूज करना। सीज माई वाइफ मतलब ये हमेशा कहते रहती है कि मतलब वेट लूज करो, लॉस समझे। तो यही है कि हमें भी बहुत अच्छा लगा एससीपी में आकर। मैं फर्स्ट टाइम आई हुई हूँ, मेरे को बहुत अच्छा लगा। एडवांस में हैप्पी न्यू ईयर। हम लोग बिहार से हैं एक्चुअली। हाँ, और यहाँ पे आए हैं फर्स्ट टाइम। हाँ, अब एक तरह से यही समझ सकते हैं, घूमने आए हैं। ബീഹാറിൽ നിന്നും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ദില്ലിയിൽ എത്തിയവരാണ്. ഇത്തരത്തിൽ നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കുടുംബമായി എത്തിയവരുണ്ട്, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളായി വന്നവരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ മറ്റ് ആഘോഷങ്ങൾക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോഴും ദില്ലി കടുത്ത നിയന്ത്രണത്തിലാണ് എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം. കാരണം പല പ്രശ്നങ്ങളും ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റൽ നഗരം ആയതുകൊണ്ട് തന്നെ, മെട്രോ നഗരം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ നിയന്ത്രണങ്ങൾ എല്ലാം ഉണ്ട്. അത്തരത്തിൽ രാത്രി 9 മണി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് CPയിലാണ് നമ്മൾ ഉള്ളത്. പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകൾ അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് കേന്ദ്രം കൂടിയാണ് CP. അത്തരത്തിലുള്ള ആളുകൾ, അതായത് മറ്റ് മെട്രോ സർവീസുകളെല്ലാം 9 മണി വരെ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ അനുവദനീയമല്ലാത്ത ഒരു പാർട്ടികളും അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ മുൻകൂർ അനുമതി വേണം പാർട്ടികൾക്കൊക്കെ. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ച് മദ്യപാനം അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗമൊക്കെ നോക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ തന്നെ പോലീസിനെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. ദില്ലിയുടെ പല ഭാഗങ്ങളിലും വലിയ സുരക്ഷയും ഒക്കെയാണ് ഉള്ളത്. എന്താണെങ്കിലും ദില്ലിയിലേക്ക് എത്തുമ്പോഴും ന്യൂ ഇയർ ആഘോഷം അത് രാത്രിയോടെ എത്തുമ്പോൾ കൂടുതൽ സജീവമാകും. ആളുകൾ കൂടുതൽ ഇങ്ങോട്ട് എത്തിത്തുടങ്ങും. അത്തരത്തിൽ വലിയ ആഘോഷത്തിലേക്ക് ന്യൂ ഇയർ പോകും. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പടക്കങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിൽ വലിയ ഇല്ല. പക്ഷേ എങ്കിൽ പോലും ക്ലബ്ബുകളിലും അതോടൊപ്പം തന്നെ ബാറുകളിലൊക്കെയായി വലിയ ആഘോഷങ്ങൾ എന്താണെങ്കിലും ആരംഭിക്കാൻ പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ പല ബാറുകളിലും അല്ലെങ്കിൽ ക്ലബ്ബുകളിലൊക്കെ എൻട്രികൾ ഉൾപ്പെടെ നേരത്തെ തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അത്തരത്തിൽ നേരത്തെ തന്നെ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള എൻട്രികൾ ഉൾപ്പെടെ ക്ഷണിച്ചിരുന്നു. അതൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടുള്ള നടപടികൾ, അത്തരത്തിലുള്ള ആഘോഷങ്ങളാണ് ഉള്ളത്. ജി, ന്യൂ ഇയർ कैसा है? क्या बहुत बढ़िया। എന്താണെങ്കിലും മികച്ച ഒരു ന്യൂ ഇയർ ആക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് എന്താണെങ്കിലും കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ദില്ലിയും ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് പോവുകയാണ്. ആളുകൾ ഇതിനോടൊപ്പം തന്നെ പലയിടത്തേക്കും ഇത്തരത്തിൽ ആഘോഷിക്കാൻ വേണ്ടി എത്തിത്തുടങ്ങി. ശ്രുതി, ഓക്കെ, ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകിയത്.